ഹലോ ഗായ്സ്, നമ്മളിന്ന് കുറച്ച് ഫ്രണ്ട്സ് എല്ലാവരും കൂടി കൊച്ചിയിൽ പോവാണ്. ഞങ്ങളങ്ങനെ ചായയൊക്കെ കുടിച്ച് അവിടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നു. പക്ഷെ നമ്മുടെ ഫസ്റ്റ് ട്രെയിൻ മിസ്സായി. അതുകൊണ്ട് ഒരു 1 hour വെയിറ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾ മെമൂനാണ് പോയത്. അതുകൊണ്ട് 20 രൂപയാണ് ഞങ്ങൾക്ക് ട്രെയിൻ ടിക്കറ്റ് ആയത്. ഞങ്ങളുടെ കുറേ നാളത്തെ പ്ലാനായിരുന്നു കൊച്ചിയിൽ പോകണമെന്ന്. പക്ഷെ ഇപ്പോഴാണൊന്ന് പോകാൻ പറ്റിയത്. അങ്ങനെ ഞങ്ങളൊരു 1 hour ഒക്കെ അവിടെ വെയിറ്റ് ചെയ്തപ്പോഴത്തേനും ട്രെയിൻ വന്നു. നമ്മളങ്ങനെ എറണാകുളം ടൗണിൽ വന്നിറങ്ങി. അവിടെ നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ ചേട്ടൻ ഞങ്ങൾ ജങ്കാറിൻ്റെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്തു. ഒരു ചിക്കൻ സാൻഡ്വിച്ചൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ജങ്കാറിൽ കയറി. വാട്ടർ മെട്രോയിൽ കയറണം എന്നായിരുന്നു പ്ലാൻ. ബട്ട് ഞങ്ങൾക്ക് വന്നപ്പോൾ തന്നെ വാട്ടർ മെട്രോ എടുത്തുപോയി. ഓരോ 25 മിനിറ്റ് കൂടുമ്പോഴും വാട്ടർ മെട്രോ ഉണ്ട്. ബട്ട് ഞങ്ങൾ ഓൾറെഡി ലേറ്റ് ആയതുകൊണ്ട് ജങ്കാറിന് തന്നെ പോകുന്നു. കൊച്ചി ജങ്കാറിൽ വന്ന് ഇറങ്ങിയിട്ട് മട്ടാഞ്ചേരിയിലേക്ക് പോവാണ്. ചേട്ടൻ നമ്മളോട് പറഞ്ഞത് 5 പേർക്ക് 100 രൂപയാണ്. അതിൽ കുറവാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. ഞങ്ങൾ ഡച്ച് പാലസിൻ്റെ മുമ്പിലാണ് ചേട്ടൻ ഡ്രോപ്പ് ചെയ്തത്. പിന്നെ അവിടുത്തെ കുറേ കടകളൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ നേരെ ഡച്ച് പാലസിലേക്ക് കയറി. പഴയന്നൂർ ഭഗവതി ക്ഷേത്രം എന്നും മട്ടാഞ്ചേരി പാലസ് എന്നൊക്കെ ഇതിനെ പറയാറുണ്ട്. നമ്മളങ്ങനെ പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. ഭയങ്കര പഴയ ടെമ്പിളാണ്. പണ്ടത്തെ കോഴിൻ്റെ വലിപ്പം കണ്ടു. This is Kerala. അവിടുന്ന് ഞങ്ങൾ നേരെ ജൂസ് സ്ട്രീറ്റിലേക്ക് നടന്നു. ഇതാണ് മണ്ടക്കോട്ട് പോകുന്ന എന്താ പ്രൊമോഷൻ ആയിരുന്ന വലിയ ഫോളോവേഴ്സ്. കുറേ ഈ എന്തൊക്കെയോ സാധനങ്ങളാണ്. അതൊന്നും നടരാജോ ജ്യൂസ് സ്ട്രീറ്റൊക്കെ കണ്ട് ഞങ്ങൾ നേരെ നടന്ന് അറ്റെത്തുമ്പോൾ സിനഗോഗ്. അവിടെ 10 രൂപയാണ് എൻട്രി ഫീ വരുന്നത്. 1567 കൊച്ചിയിലുള്ള ജൂതന്മാർ നിർമ്മിച്ചൊരു ജൂതപ്പള്ളിയാണിത്. ഞങ്ങളത് കഴിഞ്ഞൊരു എന്നുള്ളൊരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ കയറി. നല്ല ആംബിയൻസ് ഒക്കെ കണ്ട് കയറിയതാണ്. പക്ഷെ അവിടുത്തെ റേറ്റ് കണ്ടിട്ട് ഞങ്ങൾ അങ്ങനെ തന്നെ ഇറങ്ങിപ്പോന്നു. ഞങ്ങൾ അതിൻ്റെ ഫോട്ടോച്ചിൽ വന്നിട്ട് കാസാ കിച്ചണിൽ കയറി. എൻ്റെ ഫസ്റ്റ് വ്ളോഗ് ഞങ്ങളങ്ങനെ നല്ല അടിപൊളി ബിരിയാണി ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പ്രിൻസസ് സ്ട്രീറ്റിലേക്ക് നടന്നു. ഇവിടെ നമുക്ക് അടിപൊളി ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളുണ്ട്. ഞങ്ങളങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾ അവിടെ നടന്ന് വെള്ളം കുടിക്കാനൊരു കടയിൽ കയറി. നമ്മളങ്ങനെ സ്വീറ്റ്ലെസ് കുടിക്കാനായിട്ട് ഇവിടെ വന്നേക്കുന്നത് ഇറ്റാലിയ എന്ന് പറഞ്ഞ ഈ കൊച്ചി ഇതിലെത്തിയിരിക്കുകയാണ്. ലസ്സി എങ്ങനെയുണ്ട്? അടിപൊളി സാധനം. നല്ല ചൂടായിരുന്നു വരുന്ന സമയം. നമ്മുടെ ഉള്ളിലൊന്നും പറഞ്ഞില്ല. അടിപൊളി ഈ കൊച്ചി ഞങ്ങളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഈ ഓൾഡ് ഹാർബർ ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഫോട്ടോച്ചിലേക്ക് നടന്നു. അവിടെ ഇങ്ങനെ ഒരു ചേട്ടൻ എല്ലാവരും നല്ല അടിപൊളി ചേട്ടന്മാരൊക്കെ ഇരുന്നിട്ട് ആ ചേട്ടൻ ഇങ്ങനെ അവിടുത്തെ പട്ടികളൊക്കെ തരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നടന്ന് ഫോട്ടോച്ച് ബീച്ചിലെത്തി. കുറേ നെല്ലിക്കൊക്കെ കഴിച്ചു, ഉപ്പിലിട്ട മാങ്ങയൊക്കെ കഴിച്ചിട്ട് നേരെ ബസ്സിലേക്ക് പോയി. തിരിച്ചു വരുമെങ്കിലും വാട്ടർ മെട്രോ കയറണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ വന്നപ്പോഴത്തേനും 2 ബോട്ട് ഫുൾ സ്ലോട്ടും ബുക്ക്ഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെയും ജങ്കാറിൽ തന്നെ തിരിച്ചു വന്നു.
പറ പറ പറ